Number 2. यात्रीगण कृपया गाड़ी संख्या 1, 2, 8, 7, 3 झारखंड एक्सप्रेस 0 की देरी से चल रही है. നമുക്കൊരു യാത്ര പോകാം. പ്രതിഷ്ഠാ ദിനത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അയോധ്യയിലേക്ക് പോകുന്നത് ഇന്ത്യയിൽ പുതുതായി അവതരിപ്പിക്കപ്പെട്ട അമൃത് ഭാരത് എക്സ്പ്രസിലും ആ ട്രെയിനിനെ കുറിച്ചും ആ യാത്രയെക്കുറിച്ചും അതുപോലെ നവീകരിച്ചെടുത്ത അയോധ്യാധാം ജംഗ്ഷനെ കുറിച്ചുമുള്ള വിശേഷങ്ങൾ ഒന്നറിഞ്ഞിട്ട് വരാം. യാത്ര തുടങ്ങിക്കഴിഞ്ഞു. രാജ്യത്തെ ട്രെയിൻ ഗതാഗതത്തിന്റെ മുഖച്ഛായ അപ്പാടെ മാറ്റി അമൃത് ഭാരത് മുന്നോട്ട്. ആളുകളുടെ മുഖത്ത് കൗതുകമുണ്ട്. തിക്കും തിരക്കുമില്ലാതെ കുറഞ്ഞ നിരക്കിൽ സുഖമായ യാത്ര. സൗകര്യങ്ങൾ ഒരു സ്ലീപ്പർ കോച്ചിൽ സാധാരണക്കാരന് ലഭിക്കുന്നതും അതിനപ്പുറം വൃത്തിയിലും വെടിപ്പിലും വേഗത്തിലും യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഒരുക്കിയെടുത്തിട്ടുണ്ട്. ट्रेन बहुत अच्छी है, सुविधा भी अच्छा है यहाँ का ट्रेन की. दिल्ली से जो बिहार जाती है ट्रेन बहुत कठिनाइयाँ होती है. अभी जो ट्रेन चल रही है अच्छी चल रही है. നിലവിൽ ശീതീകരിക്കാത്ത സ്ലീപ്പർ കോച്ചുകളും അൺറിസർവ്ഡ് സെക്കൻഡ് ക്ലാസ്സുമാണ് അമൃത് ഭാരതിലുള്ളത്. ആവശ്യത്തിന് പ്ലഗ് പോയിന്റുകളും വെസ്റ്റേൺ ശൈലിയിലും ഇന്ത്യൻ മോഡലിലുമുള്ള ബാത്റൂമുകളും. ട്രെയിൻ നല്ല ശക്തിമാൻ സ്പീഡിൽ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അയോധ്യ വഴി ദർഭംഗയിലേക്ക് പോകുന്ന അമൃത് ഭാരത് എക്സ്പ്രസ് ആണ് ഈ ട്രെയിനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. യാത്ര ചെയ്യുന്നവർക്ക് ജർക്കിംഗ് ഇല്ലാതെ സുഗമമായി തന്നെ യാത്ര ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. എണീറ്റ് നിൽക്കുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഈ വാഹനം നിർത്തിയിടാൻ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു സ്റ്റേഷനിൽ നിന്ന് എടുക്കുന്ന സമയത്തോ ജർക്കിംഗ് അനുഭവപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അകത്തും പുറത്തും ലുക്കിലൊരു റിച്ച് ഫീൽ ഉണ്ടെങ്കിലും യാത്രാമധ്യയുള്ള കാഴ്ചകൾ വ്യത്യസ്തമല്ല. പലയിടത്ത് നിന്നായി കയറിയ കച്ചവടക്കാരും ഭിക്ഷാടനക്കാരും പതിവ് അഭ്യാസങ്ങളുമായി കളത്തിലുണ്ട്. സ്റ്റോപ്പുകൾ വന്ദേ ഭാരതിനേക്കാൾ കൂടുതലാണെങ്കിലും സ്പീഡിൽ വൻ കുതിപ്പാണ്. മിക്ക സമയത്തും 125 കിലോമീറ്റർ വേഗതയിൽ കുറയാതെയാണ് ട്രെയിൻ ഓടുന്നത്. ഓരോ കോച്ചിലും സുരക്ഷ ഉറപ്പാക്കുന്ന CCTV ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇരുട്ടത്തും എളുപ്പത്തിൽ സീറ്റ് കണ്ടുപിടിക്കാൻ തരത്തിൽ ഹൈലൈറ്റേഴ്സ്. കിടന്നുറങ്ങുമ്പോൾ പോലും അനക്കമോ കുലുക്കമോ അറിയാതെ കീശയിൽ ഒതുങ്ങുന്ന നിരക്കിൽ പായുന്ന അമൃത് ഭാരത് ഇന്ത്യൻ റെയിൽവേയുടെ പുതുക്കിയ മുഖമാണ്. 638 കിലോമീറ്ററും 10 മണിക്കൂറും പിന്നിട്ട് യഥാസമയം പാലിച്ച് അമൃത് ഭാരത് എക്സ്പ്രസ് അയോധ്യയിലെത്തിയിരിക്കുന്നു. ഇപ്പോഴിതാ ദർഭംഗയെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ബാക്കിയുള്ളത് അയോധ്യ കാഴ്ചകളാണ്. ജഗദീഷ് കൃഷ്ണൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്. അർജുൻ പീതാംബരൻ ചേരുന്നു അയോധ്യയിൽ നിന്നാണ്. അർജുൻ ഗുഡ് മോർണിംഗ് അർജുൻ. അപ്പോൾ അവിടെ അയോധ്യ അവിടെ ഉദ്ഘാടനത്തിനായുള്ള ഒരുക്കങ്ങളിലൊക്കെ ആയിരിക്കും. എന്തായാലും നമുക്ക് അമൃത് ഭാരതിലേക്ക് ആദ്യം വരാം. ഇപ്പോൾ വന്ദേ ഭാരത് കയറിയിട്ടുണ്ട്. വന്ദേ ഭാരതിലെ യാത്ര നല്ല സുഖമുള്ളതാണ്, പക്ഷേ പൈസ കുറച്ച് കൂടുതലാണ്. എല്ലായിടങ്ങളിൽ നിന്നും ആളുകൾക്ക് അത് ടിക്കറ്റ് എടുത്തവർക്ക് മാത്രമേ അതിൽ കയറാൻ പറ്റുകയുള്ളൂ എന്നുള്ള പ്രത്യേകതയൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഈ വന്ദേ ഭാരതിൽ നിന്ന് അമൃത് ഭാരത് വ്യത്യസ്തമാകുന്നത്? പോക്കറ്റ് കാലിയാകാതെ യാത്ര ചെയ്യാം എന്നുള്ളത് കൊണ്ടാണോ? ഇതിലിപ്പോൾ സാധാരണ ട്രെയിനിൽ കയറുന്നത് പോലെ തന്നെ ആളുകൾക്ക് ഒരു ടിക്കറ്റ് എടുത്താൽ എവിടെ വെച്ച് വേണമെങ്കിലും കയറാൻ പറ്റുമോ? ഈ ഭക്ഷണം വിൽക്കുന്നവർക്ക് അങ്ങനെയൊക്കെ കയറാൻ പറ്റുമോ? എങ്ങനെയാണ് അതിനൊരു യാത്രാ സുഖം അല്ലെങ്കിൽ യാത്രാ അനുഭവം എങ്ങനെയാണ്? തീർച്ചയായിട്ടും അഞ്ജിത, ഈ സാധാ സ്ലീപ്പർ കോച്ചുകളിനെക്കാട്ടിലും കൂടുതൽ സൗകര്യങ്ങളുണ്ട് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ യാത്രയെല്ലാം സാധാരണ പോലെ തന്നെയാണ്. തീർച്ചയായിട്ടും സുരക്ഷ കൂടുതലാണ്, അതുപോലെ തന്നെ സൗകര്യങ്ങൾ കൂടുതലാണ്. പ്രത്യേകിച്ചും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് നല്ല ശുചിത്വം പാലിക്കുന്ന ബാത്റൂമുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ട്രെയിനിനകത്ത് ലഭ്യമാക്കുക എന്നതാണ്. അതിലെല്ലാം തന്നെ അമൃത് ഭാരത് ഒരു പടി മുകളിൽ നിൽക്കുന്നുണ്ട്. സുരക്ഷയുണ്ട്. പുഷ്പുൾ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ നല്ല വേഗതയിൽ പോകാനായിട്ട് സാധിക്കും. ഈ ഡൽഹിയിൽ നിന്നും അയോധ്യ എന്ന് പറയുന്നത് ഏകദേശം 640 കിലോമീറ്ററോളം തന്നെ ഉണ്ട്. അത് 10 മണിക്കൂറിൽ ഓടിയെത്തുക എന്ന് പറയുന്നതെല്ലാം ഈ അമൃത് ഭാരത് ട്രെയിനിന്റെ മാത്രം പ്രത്യേകതയാണ്. ഇതിൽ
റിസർവ് ചെയ്തവർക്ക് ഒഴികെ അതല്ലാത്തവർക്കും സഞ്ചരിക്കാൻ സാധിക്കും. ജനറൽ കോച്ചുകളുണ്ട്, അൺറിസർവ്ഡ് ആയിട്ടുള്ള കോച്ചുകളുണ്ട്. അതുകൊണ്ട് പ്ലാറ്റ്ഫോമിൽ നിന്നോ അല്ലെങ്കിൽ സ്റ്റേഷനിൽ നിന്നോ എല്ലാം ടിക്കറ്റ് എടുത്തുകൊണ്ട് കയറാനായിട്ട് സാധിക്കും. യാത്രാ മധ്യ അടക്കം നിരവധി പേർ, ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ കണ്ട കാര്യങ്ങൾ കൂടിയാണ്. സ്റ്റേഷനിൽ നിന്ന് കച്ചവടക്കാർ കയറുന്നുണ്ട്, ഭിക്ഷാടനക്കാർ കയറുന്നുണ്ട്. അതായത് ഒരു സാധാരണ സ്ലീപ്പർ ട്രെയിനിൽ പോകുന്ന അതേ ഒരു കാഴ്ചകൾ തന്നെയാണ് ഒരു പുതുക്കിയ സൗകര്യങ്ങളോടുകൂടി നമുക്ക് ലഭിക്കുന്നത്. ബുദ്ധിമുട്ടുകൾ അധികം ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഈ ട്രെയിനിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള പ്രത്യേകത ഉണ്ടാകുന്നത്. ഇത് ഡൽഹിയിൽ നിന്നും ദർഭംഗയിലേക്ക് പുറപ്പെട്ട ആദ്യ ട്രിപ്പിൽ തന്നെ നമ്മൾ പോയിരുന്നു. അയോധ്യയിലേക്കാണ് പോയതെങ്കിലും ഏകദേശം ഈ 10 മണിക്കൂർ യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. വന്ദേ ഭാരതിൽ നിന്നും നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ട്. പ്രത്യേകിച്ച് പോക്കറ്റ് ഫ്രണ്ട്ലിയാണ്. അതായത് ഒരു ടിക്കറ്റിന് ഈ അയോധ്യ വരെ ഏകദേശം 450 രൂപ മാത്രമേ ആകുന്നുള്ളൂ. അത് വന്ദേ ഭാരതിലാണെങ്കിൽ 1500 രൂപയാവും. നല്ല രീതിയിൽ ഒരു വ്യത്യാസമുണ്ട്. കീശ കീറാതെ യാത്ര ചെയ്യാൻ സാധിക്കും. അതല്ലാതെയുള്ള മറ്റ് സൗകര്യങ്ങൾ ഒരുപാട് മുകളിലാണെങ്കിൽ പോലും മറ്റ് കാഴ്ചകളിൽ വ്യത്യാസമില്ല. നോൺ AC കോച്ചുകളാണ്, ശീതീകരിക്കാത്ത കോച്ചുകളാണ്. അതൊക്കെ കൊണ്ട് തന്നെ സാധാരണക്കാരനും മുതലാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ സാധാരണക്കാരനെ കൊണ്ടുപോലും താങ്ങാൻ സാധിക്കുന്ന രീതിയിൽ തന്നെയുള്ള യാത്ര എളുപ്പത്തിൽ ഈ അമൃത് ഭാരത് ട്രെയിനുകളിലൂടെ സാധ്യമാക്കാനായിട്ട് 2 ട്രെയിനുകൾ